നമസ്കാരം, ഞാൻ അമലക്ഷയ്. നമുക്കറിയാലേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാളത്തിൻ്റെ സ്വന്തം ആക്ടറും ഡയറക്ടറും സ്ക്രീൻ റൈറ്ററും ഒക്കെ ആയിരുന്ന ശ്രീനിവാസൻ അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞത്. അപ്പോൾ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം വാർത്തകൾ ഞാനിങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ വീണ്ടും ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുറേയധികം പഴയ ഇൻ്റർവ്യൂസൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ട സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ എന്നെ വലിയ രീതിയിൽ സ്ട്രൈക്ക് ചെയ്തത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയം, തിരക്കഥ എഴുതി തുടങ്ങുന്ന സമയം, ആ സമയത്ത് എങ്ങനെയാണ് ഒരു തിരക്കഥ എഴുതേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഒന്നും അദ്ദേഹത്തിന് അത്രയ്ക്കില്ലായിരുന്നു. തുടക്കകാലമാണ്. ആ സമയത്ത് അന്നത്തെ ഏറ്റവും വലിയൊരു തിരക്കഥാകൃത്തിനോട് ശ്രീനിവാസൻ പോയിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടത്, തിരക്കഥ എഴുതാൻ നേരം എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പുതിയ കഥ എങ്ങനെ കണ്ടെത്താം. ഈ ഒരു കാര്യമായിരുന്നു അദ്ദേഹം ആ ഒരു സീനിയർ റൈറ്ററിനോട് ചോദിച്ചിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ ആരാണ് സീനിയർ റൈറ്റർ എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ആ സീനിയർ റൈറ്റർ അന്ന് ശ്രീനിവാസന് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഇതാണ്, അതായത് നിങ്ങൾക്കൊരു കണ്ണുണ്ടോ, നിങ്ങൾക്കൊരു ഹൃദയമുണ്ടോ, നിങ്ങൾക്കൊരു ചെവിയുണ്ടോ, ഇതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാനും കാണാനും പറ്റുന്നുണ്ടോ, അങ്ങനെ ആ കാണുന്ന കാര്യങ്ങളുടെ സത്യം എന്താണെന്ന് അറിയാനും അതിന് നിങ്ങളുടേതായ ഒരു അഭിപ്രായം കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പറ്റുമെന്നായിരുന്നു ആ ഒരു സിമ്പിളായിട്ടുള്ള ആ ഒരു ആൻസർ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ശരിയാണ്. അതായത് നമ്മൾ നമ്മുടെ ചുറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കഥകൾ കാണാനായിട്ട് പറ്റുമല്ലേ. പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും സത്യമാണോ, ശ്രീനിവാസൻ്റെ സിനിമകളിൽ അദ്ദേഹം ഇത് തന്നെയാണോ ചെയ്തിട്ടുള്ളതെന്ന് അറിയണമെന്ന് എനിക്കൊരു ആകാംക്ഷ തോന്നി. ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ പല സിനിമകളും എടുത്ത് കണ്ടു നോക്കി. അങ്ങനെ കണ്ടു നോക്കിയ സമയത്താണ് എനിക്ക് രസകരമായിട്ടൊരു കാര്യം മനസ്സിലായത്. അതായത് അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളിലും ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് മാത്രമേ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിപ്പിച്ചു തരാനായിട്ട് 4 പതിറ്റാണ്ടിലായിട്ട് ശ്രീനിവാസൻ ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില കഥകൾ എടുത്തിട്ട് ആ കഥകൾ അദ്ദേഹം എങ്ങനെയാണ് സൊസൈറ്റിയിൽ നിന്ന് കണ്ടെത്തിയെന്ന് ഉള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനൊപ്പം തന്നെ ശ്രീനിവാസിൻ്റെ തിരക്കഥകൾക്ക് ഉണ്ടെന്ന് ആളുകൾ പറയുന്നൊരു വലിയ മാജിക് ഉണ്ട്. ആ മാജിക് എന്താണെന്നും ആ മാജിക് എങ്ങനെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നും അതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണെന്നും അതേക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്നും വീഡിയോയുടെ അവസാനം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 40 വർഷത്തിനിടയിൽ ശ്രീനിവാസൻ എഴുതിയ 4 സെലക്റ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 80കളിൽ ഇറങ്ങിയ ഒരു ചിത്രമാണ്. അതായത് 1989 ഇറങ്ങിയിട്ടുള്ള സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ വരവേൽപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ. ആ ഒരു സിനിമയുടെ കഥയിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ. അതായത് കുറേയധികം 7-8 വർഷത്തോളം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അദ്ദേഹം ഇത്തരത്തിൽ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്താണ് പുള്ളിയുടെ ആഗ്രഹം? ഇത്ര കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടു, ഇനി താൻ ആഗ്രഹിക്കുന്നത് തൻ്റെ സ്വന്തം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെയുള്ള തൻ്റെ നാട്ടിലേക്ക് വന്ന് അവിടെ ഒരു ബിസിനസ് നടത്തി സന്തോഷമായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണില്ലേ ആ മോഹൻലാൽ കഥാപാത്രം വരുന്നത്. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1980 കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ കുറേയധികം ചെറുപ്പക്കാർ, അതായത് നാട് വിട്ട് ഗൾഫിലും മറ്റിടത്തൊക്കെ പോയിട്ട് അവർ ശരിക്കും നാട് വിട്ട് പോകുന്ന എന്താണ്, ആ ഒരു വലിയൊരു കൂട്ടുകുടുംബമായിരിക്കാം, ആ ഒരു കുടുംബത്തിൽ കുറേയധികം പ്രാരാബ്ദം ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരാളെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോയാൽ മാത്രമേ കുടുംബം രക്ഷപ്പെടൂ എന്ന് ആഗ്രഹിച്ചായിരിക്കും പലരും പുറത്തു പോകുന്നത്. എന്നാൽ ആ പോകുന്ന ആൾക്കാരെല്ലാം ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർത്ത് പൈസ എല്ലാം ഉണ്ടാക്കി കുടുംബത്തെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് ജീവിക്കണം എന്നുള്ളതാണല്ലേ ആ ആഗ്രഹം. അന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 80കളിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ആ ഒരു സമയത്ത് സൊസൈറ്റിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മിക്ക ചെറുപ്പക്കാരുടെ ആഗ്രഹം പുറത്തു പോയി പൈസ ഉണ്ടാക്കി തിരിച്ച് വന്ന് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ബിസിനസ്സോ മറ്റോ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് വരവേൽപ്പ് എന്ന് പറയുന്ന സാധനം, അതായത് ശ്രീനിവാസൻ അദ്ദേഹം പറഞ്ഞത് കണക്ക് തന്നെ ചുറ്റുപാടും സമൂഹത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന അതായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ സമൂഹത്തിലേക്ക് നോക്കിയപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രശ്നം കൂടിയാണ് എന്ത്, അതായത് അങ്ങനെ നാട്ടിൽ എന്തെങ്കിലും വ്യവസായം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കൊടികുത്താനും സമരം ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കുറേയധികം നേതാക്കളും രാഷ്ട്രീയക്കാരും, അങ്ങനത്തെ ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റേറ്റ് അല്ലായിരുന്നു ആ സമയത്ത് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല എന്താ പറയുക വ്യവസായങ്ങളൊന്നും നടക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സൊസൈറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് ഈ 2 കാര്യങ്ങളെ അനലൈസ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു ബേസിക് ഐഡിയ, അതായത് വരവേൽപ്പിനുള്ള ഒരു ബേസിക് ഐഡിയ ഇത്തരത്തിൽ ആ ഒരു റൈറ്റർ ശ്രീനിവാസന് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ. ഇനി നമ്മൾ 90കളിലേക്ക് വരികയാണെങ്കിൽ 1991 ഇറങ്ങിയ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ശ്രീനിവാസൻ തന്നെ തിരക്കഥ എഴുതിയ മറ്റൊരു ചിത്രമാണ് സന്ദേശം എന്ന് പറയുന്നത്. സന്ദേശത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, അതായത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച, അല്ലെ പാർട്ടി എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്ന, അതുകൊണ്ട് പാർട്ടിക്കോ ഗുണമില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ, ആ 2 ചെറുപ്പക്കാരുടെ കഥയാണ് സന്ദേശം എന്ന് പറയുന്ന ആ ഒരു സിനിമ പറയുന്നത് അല്ലേ. അതായത് സ്വന്തം വീട്ടിലെ പ്രാരാബ്ദമോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിനോടുള്ളൊരു ഉത്തരവാദിത്തമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പാർട്ടി എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്ന ആ ഒരു പക്വതയില്ലാത്ത 2 ചെറുപ്പക്കാർ. അതായിരുന്നു ആ സന്ദേശം എന്ന് പറഞ്ഞ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയമില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് അന്നത്തെ കാലത്ത് മാത്രമല്ല ഇന്നും പ്രസക്തമാണ്, അതേക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ നടക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചിട്ടുള്ള, അതിന് പോയി ജീവിതം നശിപ്പിച്ച ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു അല്ലേ.
അപ്പോൾ അത്തരം ചെറുപ്പക്കാർ സൊസൈറ്റിയിൽ ഉണ്ടെന്നുള്ളത് ഒരു നല്ല തിരക്കഥാകൃത്ത്, കണ്ണും ചെവിയും ഹൃദയമുള്ളൊരു തിരക്കഥാകൃത്ത് നോക്കിയിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ കണ്ടെത്തിയിട്ട്, അതായത് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ ചില ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് കണ്ടിട്ടാണ് ഇത്തരത്തിൽ ശ്രീനിവാസൻ ആ ഒരു തിരക്കഥ എഴുതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, അടുത്ത 2000ലേക്ക് വരികയാണെങ്കിൽ 2007 ഇറങ്ങിയ ചിത്രമായിരുന്നു കഥ പറയുമ്പോൾ എന്ന് പറയുന്നത്. ആ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീനിവാസൻ തന്നെ തിരക്കഥ എഴുതി എം മോഹനൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അതല്ലേ. അപ്പോൾ ആ ഒരു സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കഥയിൽ എന്താണ് പറയുന്നത്, അതായത് ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബം, അതായത് ഒരൊറ്റ ജോലിയിൽ നിന്ന് ഒരൊറ്റ വരുമാനമുള്ളൊരു കുടുംബം എങ്ങനെയാണ് 3 മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് ആ ഒരു കുടുംബം എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, ആ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആ ഒരു ചെറിയ വരുമാനത്തിൽ നിന്ന് അവർ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവരെങ്ങനെ ജീവിക്കാൻ കഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള അത്തരം ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ടല്ലേ. നമുക്ക് ഇന്നും കാണാൻ പറ്റും അങ്ങനത്തെ കുടുംബങ്ങൾ, അവരെങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത്തരം കുടുംബങ്ങളിലെ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം കുടുംബത്തിൻ്റെ ആ ഒരു കഷ്ടപ്പാടും ആ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് അങ്ങനെ ഒരു തിരക്കഥയുടെ ആശയം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമാറ്റിക് ആയിട്ടുള്ള ഇൻപുട്സുകൾ പലതും ആഡ് ചെയ്ത് ഐറണിയും മറ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു കുടുംബത്തിനെ പെട്ടെന്ന് ഇതുവരെ ആരും ബഹുമാനിക്കുകയും അല്ലെങ്കിൽ ആരും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കുടുംബത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു സിനിമാ നടൻ്റെ സുഹൃത്താണെന്ന് അറിയുകയും പെട്ടെന്ന് വളരെ ഒരു സ്വീകാര്യത കിട്ടുകയും എല്ലാവരും എന്താ പറയുക അവരെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഇൻപുട്ട് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്ത സിനിമ എന്ന് പറയുന്നത് 2018 പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന വീണ്ടും ശ്രീനിവാസൻ തന്നെ തിരക്കഥ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണല്ലേ. ആ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ അന്ന് ആ ഒരു സിനിമയുടെ കഥയുടെ ആ ഒരു കോർ ഐഡിയ എന്താണ്, അതായത് പ്രകാശൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ആ ഒരു ലൈഫൊന്നും ഇവിടെ ഇഷ്ടപ്പെടാതെ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോയി രക്ഷപ്പെടണം, ജർമ്മനിയിലേക്ക് പോകണം, എന്താ പറയുക നേഴ്സിംഗ് എടുത്തിട്ട് എങ്ങനെയെങ്കിലും ജർമ്മനിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയിലെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 2018-17 കാലഘട്ടത്തിലേക്ക് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്ക ചെറുപ്പക്കാർക്കും പുറത്ത് പോകണം, വിദേശത്ത് പോകണം, അത് നേഴ്സിംഗ് എടുത്തിട്ടാണെങ്കിലും മറ്റെന്താണെങ്കിലും. അതായത് പണ്ടൊരു കാലത്ത് ഗൾഫിലേക്കായിരുന്നു ഒഴുക്കെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് ഈ പറയുന്ന ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്കോ എങ്ങനെയും പോകണമെന്നുള്ള ആ ഒരു സമൂഹത്തിലുള്ള ചെറുപ്പക്കാരനെ കണ്ടിട്ട് അത്തരം ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ആ ഒരു കഥ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ 40 വർഷത്തിനിടയ്ക്ക് സമൂഹത്തിന് കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് സൊസൈറ്റിയിലുള്ളത്, അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വരവേൽപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ 1980 കാലഘട്ടങ്ങളിൽ വിദേശത്ത് പോയിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന് അവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരായിരുന്നു ഉള്ളതെങ്കിൽ ഈ പറഞ്ഞ കണക്ക് 2018 ആയപ്പോഴേക്കും ഇവിടെ നാടേ വിട്ട് പുറത്ത് പോയി എങ്ങനെയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാണുള്ളത്. അത് ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ സമൂഹത്തിലേക്ക് നോക്കാനും അത് കണ്ട് മനസ്സിലാക്കി പഠിക്കാനും അതിൽ നിന്ന് കഥ എഴുതാനും അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് ഇത് വിലയിരുത്തിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീനിവാസൻ്റെ തിരക്കഥകളിൽ മാത്രമുള്ള ചില മാജിക് എന്ന് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ മാജിക് എന്താണെന്നും അത് സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. 80കളിൽ ഇറങ്ങിയ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, നാട്ടിലേക്ക് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് ഒരു വ്യവസായം തുടങ്ങാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിനെ എതിർക്കുന്ന പാർട്ടിക്കാരും അല്ലേ. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ 80 കാലഘട്ടത്തിൽ ഇങ്ങനെ വന്ന് കഷ്ടപ്പെട്ട് പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും എതിർപ്പ് കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൻ്റെ എതിർപ്പ് കൊണ്ട് ഇവിടെ ബിസിനസ് തുടങ്ങാതെ നാട് വിട്ട് വീണ്ടും ജോലിക്ക് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ അതേ അവസ്ഥ തന്നെയല്ലേ ഇന്നും, അതായത് ഈ 2025 നമ്മുടെ നാട്ടിലുള്ളത്. ഇതാണ് മാജിക് എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞല്ലേ. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കിറ്റെക്സ് പുതിയൊരു വ്യവസായം ഇവിടെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് പിന്നീട് അത് ഇവിടെ തുടങ്ങാതെ എന്താ പറയുക ആന്ധ്രയിലേക്ക് മാറിയത് അല്ലേ. അപ്പോൾ അതേപോലത്തെ കുറേയധികം ഇൻസിഡൻസ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതായത് 80കളിൽ ഉണ്ടായിരുന്ന അതേ ഇഷ്യൂ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശ്രീനിവാസൻ മുൻകൂട്ടി കണ്ടു എഴുതിയെന്നാണ് പലരും പറയുന്നത്. അതുപോലെ നമ്മൾ സന്ദേശത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ചെറുപ്പക്കാർ പാർട്ടിക്കും വീടിനും ഒന്നിനും ഗുണമില്ലാതെ ജീവൻ തുലയ്ക്കുന്ന 2 ചെറുപ്പക്കാർ പാർട്ടിയൊന്നും പറഞ്ഞ് നടക്കുന്നല്ലേ. അത് 90കളിൽ നടന്ന കാര്യമാണെങ്കിൽ ഇന്നും നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ. പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും നടക്കുന്ന അടിമകളെന്ന് വേണേൽ പറയാൻ പറ്റുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട് പല റീലുകളും ആ ഒരു സിനിമയിലെ പല സന്ദർഭങ്ങളും റീൽസായിട്ട് വന്നിട്ട് എത്ര വർഷം മുമ്പ് ഇത്തരത്തിൽ ശ്രീനിവാസൻ ഇത് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കമൻറ്റും അല്ലെങ്കിൽ റീൽസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ശ്രീനിവാസൻ്റെ മാജിക് ആണോ? ശരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു ശ്രീനിവാസൻ്റെ മാജിക് ആണെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം അന്ന് 80കളിൽ സൊസൈറ്റിയിൽ കണ്ടത് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് 80കളിലേക്ക് വേണ്ടിയിട്ട് അന്ന് ഒരു തിരക്കഥ എഴുതി. ഓക്കെ, അതുപോലെ തന്നെ 90കളിൽ എന്താണോ നടന്നത് അത് വെച്ചിട്ട് പുള്ളി ഒരു തിരക്കഥ എഴുതി. എന്നാൽ അതിന്നും പ്രസക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീനിവാസൻ്റെ മാജിക് അല്ല. പകരം നമ്മുടെ സൊസൈറ്റി ഇന്നും 25-30 കൊല്ലം പുറയിലാണെന്നുള്ള ഈ കാര്യത്തിൽ പുറയിലാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ശരിക്കും എന്താ പറയുക ഇതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രീനിവാസൻ ആഗ്രഹിച്ച കണക്ക് തന്നെ
സന്ദേശം പോലൊരു സിനിമ ഇറക്കുന്ന സമയത്ത് അത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഈ പറയുന്ന അടിമകളായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പിള്ളേർ ഇത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് മാറാൻ ആഗ്രഹിച്ചിട്ടാണല്ലോ അദ്ദേഹം ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമ ചെയ്തത്. സിനിമ കണ്ടിട്ട് പോലും പലരും സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ അത് ശ്രീനിവാസിൻ്റെ പരാജയമല്ല, സമൂഹത്തിൻ്റെ തന്നെ പരാജയമാണ്. അപ്പോൾ നമ്മൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. വരവേൽപ്പിൻ്റെ കേസ് എടുത്താലും ഏത് സിനിമ എടുത്താലും, അപ്പോൾ മേ ബി ഇപ്പം 2018 ഇറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സിനിമ ഇപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ആൾക്കാരുടെ ഒരു ട്രെൻഡാണ് കാണിക്കുന്നത് അല്ലേ. ഒരു 30 വർഷം കഴിഞ്ഞിട്ടും കേരളം വിട്ട് പുറത്തേക്ക് പോകാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ശരിക്കും നമ്മുടെ സിസ്റ്റത്തിൻ്റെ തന്നെ പ്രശ്നമല്ലേ. അപ്പം ശരിക്കും ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കുക, കാണുക, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാരം കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സന്ദേശത്തിലൊക്കെ അങ്ങനെയല്ലേ അവസാനം ആ ക്യാരക്ടേഴ്സ് സത്യം തിരിച്ചറിഞ്ഞ് നന്നാവുന്നതാണ്. അപ്പോഴാണ് കാണുന്നത് അടുത്ത തലമുറയിൽപ്പെട്ടൊരു പയ്യൻ വീണ്ടും ഇതിലേക്ക് പോകാൻ പോകുന്നു. അവരെ ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് കൊടി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അവനെ നേർവഴിക്ക് നടത്താനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ സൊസൈറ്റിയുടെ പ്രശ്നം തിരിച്ചറിഞ്ഞ് സൊസൈറ്റിക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് നല്ല രീതിയിലൊരു തിരക്കഥയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അത് ശ്രീനിവാസിൻ്റെ തിരക്കഥകൾ പോലെ തന്നെ എന്നും അലൈവായിട്ട് നിൽക്കും, എന്നും ഒരു ക്ലാസിക്കൽ സാധനമായിട്ട് സിനിമ പഠിക്കുന്ന ആൾക്കാർക്കും അല്ലാത്തവർക്കുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നിലനിൽക്കും. അപ്പോൾ നിങ്ങൾ തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പുതിയ കഥകൾക്ക് വേണ്ടി ചുറ്റുപാടിലേക്ക് നോക്കുക. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ പുതിയ ഇൻഫർമേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ണും കാതും എല്ലാം തുറന്നു പിടിച്ചുകൊണ്ട് ചുറ്റുപാടിലേക്ക് നോക്കുകയാണെങ്കിൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ നല്ല തിരക്കഥകൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുന്നതാണ്.